വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ തമിഴിലെ വാഴൈ സിനിമ കണ്ടു. ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ ആൻഡ് ഡയലോഗ് മാരി സെൽവരാജ്. അതുപോലെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി തേനി ഈശ്വർ, മ്യൂസിക് സന്തോഷ് നാരായൺ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ നിഖില വിമൽ, ദിവ്യ ദുരൈസ്വാമി, കലയരസൻ, പിന്നെ പൊൻവേൽ. ഈ പൊൻവേൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയാം. അപ്പോൾ ആളൊരു പയ്യൻ ക്യാരക്ടറാണ്, പയ്യനാണ് ഈ സിനിമയിലെ ഹീറോ. പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്, അവൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയിലെ ശരിക്ക് ഹീറോ. പിന്നെ മുതിർന്നവരിൽ ഹീറോ ആയിട്ട് കലയരസനും അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ മലയാളത്തിൽ വാഴ എന്നൊരു സിനിമ റിലീസായി. അപ്പോൾ അതിൻ്റെ റിവ്യൂ വീഡിയോകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും തന്നെ റിവ്യൂ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവയൊക്കെ ഉൾപ്പെട്ട തമ്പുനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളത്തിലെടുത്ത വാഴ ഫിലിമിനും തമിഴിലെടുത്ത വാഴൈ ഫിലിമിനും രണ്ട് ബന്ധങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് രണ്ടിലെയും പ്രധാന വിഷയം സ്കൂൾ പഠനകാലമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, രണ്ട് സിനിമയിലും വാഴ കാരണം വരുന്ന നാശനഷ്ടങ്ങളും കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ മലയാളത്തിലെ വാഴ സിനിമയും തമിഴിലെ വാഴൈ ഫിലിമും കൊച്ചിയും കൊയിലാണ്ടിയും പോലെയാണ്. രണ്ടിൻ്റെയും കഥ രണ്ടാണ്. ഈ വീഡിയോ കുട്ടികളാണ് കാണുന്നതെങ്കിൽ അവരോടൊരു ചോദ്യം: നിങ്ങൾക്ക് വിശപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വിശപ്പെന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ വിശക്കും, അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഇതാണ് വിശപ്പെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിലെന്താ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് എന്നല്ലേ? എന്നാൽ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ വിശപ്പിന് വേറെ ചില അർത്ഥങ്ങൾ കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ പകുതി ഭക്ഷണം കൊണ്ടുപോയിട്ട് കളയാറുണ്ടോ? പകുതി മാത്രം കഴിച്ചിട്ട് കളയാറുണ്ടോ? അതേപോലെ നല്ല വിഭവങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ വാശി പിടിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ അവരെ കാണിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ ഈ സിനിമ കാണുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നെന്നിരിക്കും. ഭക്ഷണത്തിന് വേണ്ടി പാടുപെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ കഥയാണിത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ സംഭവ വികാസങ്ങളെ ഹാസ്യരൂപത്തിലും അതേപോലെ ചിന്തിപ്പിക്കുന്ന തരത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ തമിഴ്നാട്ടിലുള്ള ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലെ നിവാസികൾ എങ്ങനെയായിരിക്കുമോ അങ്ങനെ തന്നെയാണുള്ളത്. അതേ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സിനിമയിലെ പൊൻവേൽ എന്ന ആ ഹീറോ, കുട്ടി ഹീറോയുടെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ട്. ആ മുറിവൊന്നും ഈ സിനിമയ്ക്ക് വേണ്ട കാര്യമേ അല്ല. കാരണം ഈ മുറിവിനെ കുറിച്ച് ഒന്നും സിനിമയിലൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മുറിവ് അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ചാടി ഇവിടെ ചാടി, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. എന്തായാലും നമ്മുടെ മേലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിവുകളൊക്കെ ഉണ്ടാവും. പൊതുവെ ഈ ഭാഗത്ത് മുറിവുണ്ടാവും, അല്ലെങ്കിൽ കാലിൽ മുറിവുണ്ടാവും. അതടക്കം അവർ ഒരു മുറിവായിട്ട് അവിടെ വെച്ച് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധം ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ചേഷ്ടകൾ, വികൃതികൾ, പിക്രസുകൾ, അതേപോലെ പഠന സമയത്തും കളിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്കുണ്ടായ സംഭവ വികാസങ്ങൾ, അതൊക്കെ ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്നാണ് അതിനർത്ഥം. അത് പറയാൻ കാരണം, ഞാനിത് കാണുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറേ പിക്രസുകളൊക്കെ എനിക്ക് ഓർമ്മയിൽ വന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളുടെ അവസ്ഥ, അവിടുത്തെ പ്രകൃതി ഭംഗി, അതേപോലെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക ദാരിദ്ര്യം, ഭക്ഷണത്തിലുള്ള ദാരിദ്ര്യം, വേഷവിധാനങ്ങളിലുള്ള ദാരിദ്ര്യം, പഠനകാര്യത്തിലെ ദാരിദ്ര്യം, തൊഴിലിലെ ദാരിദ്ര്യം, ഇതൊക്കെ കൂടി ചേർത്ത് ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് ഡയറക്ടർ മാരി സെൽവരാജ് നമ്മുടെ മുന്നിലേക്ക് പ്രദർശിപ്പിച്ചതാണ് വാഴൈ ഫിലിം. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇത് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് സാങ്കല്പികമായിട്ട് എഴുതി ഉണ്ടാക്കിയ കഥയല്ല, മറിച്ച് ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു റിയൽ സംഭവമാണ്. അത് ഈ സിനിമയുടെ അവസാനം അതിൻ്റെ പേപ്പറിൽ വന്ന ന്യൂസുകളൊക്കെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് യഥാർത്ഥ സംഭവമാണെന്ന് അറിയുമ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇത് ഇത്ര വലിയ ഭയാനകമായ വിഷയമാണെന്ന് നമ്മളെ ശരിക്ക് ഓർമ്മിപ്പിക്കുന്നു. ഇനി എന്നെ കുട്ടിക്കാലത്ത് ഓർമ്മിപ്പിച്ച ആ ഒരു സംഭവം ഞാൻ പറയാം. ഈ സിനിമയിൽ ഈ പൊൻവേലിൻ്റെ കൂട്ടുകാരൻ ഈ പൊൻവേലിൻ്റെ ഷർട്ട് ബ്ലേഡ് വെച്ച് കീറുന്നത് അവന് വേണ്ടി തന്നെയാണ് ഇവൻ കീറുന്നത്. അവനൊരു നല്ല കാര്യം സംഭവിക്കാൻ, ഈ സിനിമയിൽ കാണിക്കുന്നൊരു വിഷയം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് കീറുന്നത്. അപ്പോൾ ഈ പൊൻവേൽ ഇത് അറിഞ്ഞതും അവൻ്റെ ഷർട്ടിനെ അഴിച്ച് കൊണ്ടാന്ന് പറഞ്ഞ് അവനെ ഉന്തി വിട്ട് അവൻ്റെ ഷർട്ട് അഴിച്ചു മേടിച്ച് അത് അവനിട്ടിട്ട് ഇവൻ്റെ ആ കീറിയ ഷർട്ട് അവന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഉറ്റ സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഷർട്ട് കളിക്കുന്ന സമയത്ത് കീറിയപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. കാരണം അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വേറെ സ്ഥലത്താണ്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കീറിയ ഷർട്ടുമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചീത്ത പറയും എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് എൻ്റെ ഷർട്ട് തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവൻ ചിന്തിക്കാത്തൊരു കാര്യം, എൻ്റെ ഷർട്ട് പ്ലെയിൻ ഷർട്ടാണ്, അവൻ്റെ ചെക്കിട്ട ഷർട്ടാണ്. മാത്രമല്ല അവൻ കുറച്ച് തടിച്ചിട്ടാണ്, ഞാനന്ന് വളരെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഷർട്ട് ഞാൻ ഇടുമ്പോൾ എനിക്കും സൂട്ടാവില്ല, എൻ്റെ ഷർട്ട് അവനിടുമ്പോൾ അവനും സൂട്ടാവില്ല. പക്ഷേ അവന് വീട്ടിൽ പോയിട്ട് വഴക്കൊന്നും കേൾക്കരുത്, എനിക്ക് എൻ്റെ വീട്ടിൽ വഴക്ക് കേട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ ഷർട്ട് അഴിച്ച് അവന് കൊടുത്തു. അവൻ്റെ ഷർട്ട് ഞാൻ ഇട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇതെന്താ ഒരു കുട്ടി പള്ളിയിൽ അച്ഛൻ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാവരും നോക്കുകയാണ്. കാരണം ആകെ എൻ്റെ മുട്ടിൻ്റെ താഴെ വരെയുണ്ട് ആ ഷർട്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ ഷർട്ട് കീറിയപ്പോൾ ഞാനായിട്ട് കൊടുത്തു അതാണെന്നൊക്കെ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് വീട്ടിൽ എന്നെ കുറേ ചീത്ത പറഞ്ഞു. കാരണം നിനക്ക് ഈ ഷർട്ട് ചേരുമില്ല, മാത്രമല്ല അവന് ഒന്നും സംഭവിക്കരുതെന്ന് നീ വിചാരിച്ചു, പക്ഷേ നിനക്കിവിടെ ചീത്ത കേൾക്കുന്ന അവൻ വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചു. അന്ന് ചെറിയ കുട്ടികളല്ലേ, ആ ചിന്തയൊന്നും അവനില്ല. എനിക്കതൊക്കെ പോയി, പക്ഷെ അവനില്ല. പക്ഷെ അവന് ചീത്ത കേൾക്കരുതെന്ന് കരുതിയിട്ട് എൻ്റെ ഷർട്ട് ഞാൻ അഴിച്ചു കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം അവൻ കൊണ്ടുവന്ന് തന്നു, അവൻ്റെ ഷർട്ട് ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നു. അതുപോലെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത ഒരുപാട് പിക്രസുകൾ ഈ സിനിമയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പ് പറയാനാവില്ല. കാരണം ഈ സിനിമയിൽ ഒരു മാസ് BGM, അതേപോലെ മാസ് ആക്ഷൻ, അതുപോലെ വലിയ കോമഡി വിഷയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കോമഡിയൊക്കെ ഉണ്ട് കേട്ടോ. സിനിമ ഈ കുട്ടിക്കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ കോമഡി ഉണ്ട്, യാഥാർത്ഥ്യമുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അതിന് മേലെ ഇന്ന് ഇറങ്ങുന്ന സിനിമകളുടെ ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് എല്ലാ ഓഡിയൻസിനും ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനൊക്കെ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. എനിക്ക് ഏത് സിനിമയായാലും അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെ മുതിർന്ന ഹീറോ ആയ കലയരസൻ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പൊൻവേലിൻ്റെ പെങ്ങളായിട്ട് വന്ന ഒരു ദിവ്യ ദുരൈസ്വാമി, അതുപോലെ ടീച്ചറായിട്ട് വന്ന നിഖില വിമൽ, അതേപോലെ ഈ പൊൻവേലിൻ്റെ അമ്മയുടെ വേഷം ചെയ്ത ആ ഒരു ക്യാരക്ടർ, അതേപോലെ ഈ പൊൻവേലിൻ്റെ കൂട്ടുകാരനായിട്ട് വന്ന ആ കഥാപാത്രം, ഇവരൊക്കെ ഈ സിനിമയെ ശരിക്കും നന്നായിട്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ ശരിക്കൊരു അനുഭവം നൽകിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഈ അടുത്ത് വന്നിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും നല്ല രീതിയിൽ എടുത്ത ഒരു മികച്ച ചിത്രമാണ് തമിഴിലെ വാഴ ഫിലിം. അപ്പോൾ വാഴ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.